ലതാമേ, ലതാമേ വിളിച്ചു പോയിക്കൊണ്ട് അപ്പു സിദ്ധുവിന്റെ വീടിനുള്ളിലേക്ക് കയറി ചെന്നു. ആ വന്നോ ലതാമ്മയുടെ മിടുക്കി കുട്ടി, നോക്കിയിരിക്കുവായിരുന്നു ഞാൻ എന്റെ മോളെ കാണാൻ. അപ്പുവിനെ കെട്ടിപ്പിടിച്ച് അവളുടെ നെറുകയിൽ തലോടി ചുംബിച്ചു ലത. അപ്പു ചിരിയോടെ കയ്യിലിരുന്ന ബോക്സ് തുറന്ന് ഒരു ലഡു എടുത്ത് ലതയ്ക്ക് കൊടുത്തു. ലത അതിൽ നിന്ന് ഇത്തിരി എടുത്ത് അപ്പുവിന്റെ വായിലും വെച്ചു കൊടുത്തു. ആട്ടെ, ഇനി എന്താ എന്റെ കുട്ടിയുടെ പ്ലാൻ? ഞാനും MBBSന് പോവുക ലതാമേ. മാണിക്യമംഗലത്ത് ഒരു ഡോക്ടറുടെ കൂടെ കുറവുണ്ട്, അത് ഈ അപ്പു നികത്തും. സന്തോഷത്തോടെ അപ്പു പറഞ്ഞു. ആഹാ, കൊള്ളാലോ. അപ്പോ ഒരു ഡോക്ടർ ആകാനുള്ള പേഷ്യൻസും ഒക്കെ അപർണയ്ക്കുണ്ടോ? അപ്പു മുറിയിൽ നിന്ന് ഹാളിലേക്ക് വന്ന ഭാമ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അപ്പുവിനെ നോക്കി. പേഷ്യൻസ് ഒക്കെ ഡോക്ടറായി കഴിഞ്ഞല്ലേ ഉണ്ടാവോ ഭാമേച്ചി? പിന്നെ ഒരു ഡോക്ടർ ആവാനുള്ള കഴിവ് എനിക്കുണ്ടോ എന്നാണ് ചേച്ചിയുടെ സംശയമെങ്കിൽ അതിപ്പോ പറയാൻ പറ്റുമോ? എന്നെ പഠിപ്പിക്കാൻ വിട്ടാലല്ലേ അതറിയൂ. അല്ലാതെ നേരത്തെ തന്നെ താൻ പഠിക്കുകയോ ഇല്ലയോ എന്നൊക്കെ കണക്ക് കൂട്ടാൻ നമുക്കൊന്നും ദീർഘവിഷ്ണം ഇല്ലല്ലോ ഭാമേച്ചി, ഉണ്ടോ? കളിയാക്കും പോലെ അപ്പു തിരിച്ചു ചോദിച്ചതും ഭാമയുടെ മുഖം ചൂളിപ്പോയി. അപ്പുവിന് പഠിക്കാൻ കഴിവുള്ളത് കൊണ്ട് തന്നെയാ ഭാമേ അവൾ നല്ല ഉന്നത വിജയത്തോടെ ജയിച്ചത്. പിന്നെ +2 നീ മാത്സ് എഴുതിയല്ലേ എടുത്തത്. അപ്പോൾ ആ കാര്യത്തിൽ നിന്നേക്കാൾ മിടുക്കിയ എൻ്റെ മോള്. അപ്പുവിനെ ചേർത്ത് പിടിച്ച ലത അതുകൂടി പറഞ്ഞതും ഭാമ ആകെ വിളിയേറി വിയർത്തു. എന്നാ ഞാൻ ഇറങ്ങുക ലതാമേ, ഏട്ടത്തിമാർക്കൊപ്പം അമ്പലത്തിൽ പോകണം. അല്ല, അപ്പോൾ നീ സിദ്ധുവിന് മധുരം കൊടുക്കുന്നില്ലേ മോളെ? പോകാൻ തുടങ്ങിയ അപ്പുവിനെ പിടിച്ച് ലത ചോദിച്ചു. അത് ലതാമ്മ തന്നെ കൊടുത്താൽ മതി, സിദ്ധുവേട്ടനും തിരക്കാവില്ലേ? ഇവിടെ വരെ വന്നിട്ട് അവനെ കണ്ടിട്ട് പൊക്കിയൂടെ മോളെ നിനക്ക്? ലതയുടെ വാക്കുകൾ ദയനീയമായി. എന്നാൽ അപ്പു പിന്നെയും മടിച്ചു നിന്നു. അപർണയ്ക്ക് തിരക്കാണെങ്കിൽ പൊക്കോട്ടെ അമ്മായി, സിദ്ധുവേട്ടന് ലഡു ഞാൻ കൊണ്ട് കൊടുത്തോളാം. ഭാമ ചാടിക്കേറി പറഞ്ഞു തീരുകയും ലതയുടെ കൂർപ്പിച്ചൊരു നോട്ടം അവളിലേക്കെത്തി. അതോടെ ഭാമ സൈലന്റായി. അതേസമയം താഴത്തെ സംഭാഷണമെല്ലാം കേട്ടുകൊണ്ട് മുകളിലത്തെ നിലയിൽ സ്റ്റെപ്പിന്റെ കയ്യൂരിൽ പിടിച്ചു സിദ്ധു നിൽപ്പുണ്ടായിരുന്നു. അപ്പു മുകളിലേക്ക് കയറി വരുന്നത് കണ്ട് അവൻ നേരെ കോമൺ ബാൽക്കണിയിലേക്ക് നടന്നു. സിദ്ധുവേട്ടാ. അപ്പു അവന്റെ പിറകെ ചെന്ന് വിളിച്ചതും അവൻ തിരിഞ്ഞു പുഞ്ചിരിയോടെ കയ്യിലെ ലഡുവിന്റെ ബോക്സ് അവന് നേരെ നീട്ടിയതും സിദ്ധു അതിലൊരെണ്ണം എടുത്തു ചെറിയൊരു കഷ്ണം മുറിച്ച് അവളുടെ വായിലേക്ക് കൊടുത്തതും അപ്പു ചിരിയോടെ തന്നെ താങ്ക്സ് എന്ന് പറഞ്ഞ് ആ ലഡു കയ്യിലേക്ക് വാങ്ങി. സിദ്ധുവിന്റെ മുഖം മങ്ങി. പോകുന്ന കാര്യങ്ങളൊക്കെ ആയോ? ആയി വരുന്നു. ആദ്യ ഹൈദരാബാദിൽ BBAക്ക് ചേരാനാ പ്ലാൻ. അപ്പോൾ എന്നോടും അവിടെ നോക്കാൻ അവൻ പറഞ്ഞു. പിന്നെ UK നോക്കാൻ കുഞ്ഞേട്ടൻ പറഞ്ഞു. എന്നാ പിന്നെ അത് തന്നെ മതിയെന്ന് ഞാനും ഓർത്തു. അപ്പോൾ പുറത്തു പോകാമല്ലോ. ഏട്ടത്തിമാർക്ക് ഇഷ്ടം ഞാനും ആദ്യം ഇവിടെ തന്നെ നിന്ന് പഠിക്കാനാ. പക്ഷേ ഇവിടുന്നൊന്ന് മാറി നിൽക്കാമെന്ന് തോന്നി എനിക്ക്. അപ്പു ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. സിദ്ധു ഒന്നും മിണ്ടിയില്ല. കണ്ണുകൾ അവളിൽ നിന്ന് മാറ്റി ദൂരേക്ക് പായിച്ചു അവൻ. സിദ്ധുവേട്ടാ, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പു പറഞ്ഞു തുടങ്ങവേ അവൻ വീണ്ടും അവളെ നോക്കി. ഞാൻ ഏതെങ്കിലും തരത്തിൽ സിദ്ധുവേട്ടനെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സോറി ചോദിക്കുക. എന്തോ ഉള്ളിൽ തോന്നിയ ഇഷ്ടം വല്ലാതെ അങ്ങ് പേരുറപ്പിച്ചപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ഉള്ളറിയാൻ ശ്രമിച്ചില്ല. പറ്റിപ്പോയി. അറിവില്ലാത്തതിന്റെ കുഴപ്പമാ. ഏട്ടത്തിയമ്മ പറഞ്ഞു തന്നപ്പോഴേ അതൊക്കെ മനസ്സിലായത്. ഇനി സിദ്ധുവേട്ടനെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യില്ല, സോറി. വേദന കലർന്ന ചിരിയോടെ സിദ്ധുവിനെ നോക്കി പറയുമ്പോൾ ശബ്ദം ഇടറാതിരിക്കാൻ അപ്പു ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ അവളുടെ വാക്കുകളിൽ നൊന്തു തകർന്നു പോയത് അവനായിരുന്നു. അവൾ ചിരിയോടെ യാത്ര പറഞ്ഞു തിരികെ പോയതും അത്രയും നേരം പിടിച്ചു നിന്ന ഒരു തുള്ളി കണ്ണീർ സിദ്ധുവിന്റെ മിഴികളിൽ പൊങ്ങി വന്നു. അപ്പു എന്ന ആ കുഞ്ഞിപ്പെണ്ണ് തനിക്ക് ആരാണെന്ന് അവന്റെ നെഞ്ചു വീണ്ടും ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു അപ്പോൾ. ശിവ മോളെ. ഹോസ്പിറ്റലിൽ നിന്ന് വൈകുന്നേരം നേരത്തെ വന്ന ശിവയെ കണ്ട മുത്തശ്ശി വിളിച്ചു. എന്താ മുത്തശ്ശി? അതെനിക്ക് മോളോടൊന്ന് സംസാരിക്കണം, ഒന്ന് മുറിയിലോട്ട് വരുവോ? തെല്ലുമടിയോടെ കൂടെ മുത്തശ്ശി പറഞ്ഞതും മുഖത്ത് നിറച്ചിരിയോടെ ശിവ മുത്തശ്ശിക്കൊപ്പം റൂമിലേക്ക് ചെന്നു. മോൾക്ക് ദേഷ്യമാണോ എന്നോട്? ഏയ്, അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി. റൂമിൽ ചെന്നിരുന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ അത്ര തെളിച്ചമില്ലാതെ ശിവ മറുപടി കൊടുത്തു. ചിത്തുവിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിദ്യ അവഹേളിച്ചപ്പോൾ മുത്തശ്ശിയും മുത്തശ്ശനും അടക്കമുള്ളവരുടെ മൗനം ശിവയിൽ വല്ലാത്തൊരു ദേഷ്യമുണ്ടാക്കിയിരുന്നു. അതേ പിന്നെ മുത്തശ്ശിയോടുള്ള ഇടപെടൽ കുറഞ്ഞിരുന്നു. വൈഭവ് പറയും പോലെ മാണിക്യമംഗലത്തുകാർ അത്ര നല്ലവരല്ല എന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു വരുന്ന നിമിഷങ്ങൾ കൂടിയായിരുന്നു അത്. 2 ആമക്കൾക്ക് ശേഷം കിട്ടിയ മകളാ വിദ്യ. ഈ തറവാട്ടിൽ ഒരു 3 തലമുറയ്ക്ക് ശേഷം വന്ന ആദ്യ പെൺതരി. അപ്പോൾ അതിൻ്റെതായ വാത്സല്യവും സ്നേഹവും ഒക്കെ അവളോട് കൂടുതലായിരുന്നു. വിദ്യയുടെ കാര്യത്തിൽ വളർത്തുദോഷം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ മകളല്ലേ, പലതും മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചു. അത് തെറ്റായിരുന്നു മുത്തശ്ശി. അവർ പറഞ്ഞു കഴിഞ്ഞതും ശിവയുടെ ശബ്ദം ഉയർന്നു. ഒന്നേ ഉള്ളെങ്കിലും അടിച്ചു തന്നെ വളർത്തണമെന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ മുത്തശ്ശിക്ക് പെൺമക്കൾ 1 3 പക്ഷേ 3 പേർക്കും 3 രീതിയിലാണ് സ്നേഹം കൊടുത്തത്, ശരിയല്ലേ? ശിവയുടെ ചോദ്യത്തിൽ മുത്തശ്ശിയുടെ മുഖം കുനിഞ്ഞു. പറയുമ്പോൾ വലിയ തറവാട്ടുകാരാ, പക്ഷേ ഉള്ളിലെ സ്ഥിതിയോ? മക്കളും അച്ഛനും തമ്മിൽ കൂടപ്പിറപ്പുകൾ തമ്മിൽ മത്സരം, രക്തത്തിനെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ. ഓരോ ദിവസവും എന്തൊക്കെ നാടകങ്ങളാ ഈ വീട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതെന്ന് മുത്തശ്ശി ഒന്ന് ഓർത്തു നോക്കിക്കേ.
ഡോക്ടർ എപ്പോഴും പറയും ഈ വീട് നരകമാണെന്ന്. ഇവിടെ ഒരു രാത്രി പോലും സമാധാനത്തോടെ ഉറങ്ങാനാവില്ലെന്ന്. ആ മനുഷ്യനെ പലപ്പോഴായി തിരുത്തിയിരുന്നത് ഞാനാ. പക്ഷേ ഇപ്പോൾ എനിക്കറിയാം, എൻ്റെ ഉണ്ണിയേട്ടനായിരുന്നു ശരി. ഈ വീട് സന്തോഷത്തോടെ താമസിക്കാൻ കൊള്ളില്ല. അത് ചിലപ്പോൾ ആ പാവം അമ്മയുടെ ആത്മാവിന്റെ ശാപം കൂടിയാവും. മോളെ, ശിവയുടെ വാക്കുകൾ കേട്ട മുത്തശ്ശി ഞെട്ടലോടെ വിളിച്ചു. ശരിയല്ലേ മുത്തശ്ശി ഞാൻ പറഞ്ഞത്? സൗപർണയാമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടിയെന്ന് മുത്തശ്ശി വിശ്വസിക്കുന്നുണ്ടോ? എനിക്കുറപ്പില്ല. മാത്രമല്ല, ജീവനോടെ ചത്തു ജീവിക്കുന്ന ഒരമ്മയുടെ കണ്ണുനീരും ഈ തറവാടിന്റെ അകത്തളങ്ങളിൽ മുഴങ്ങുന്നില്ലേ? സൗദാമിനി അമ്മയുടെ ആ കണ്ണീരിന് ഉത്തരവാദി ആരാണെന്ന് മുത്തശ്ശി ചിന്തിച്ചിട്ടുണ്ടോ? മൂർച്ചയേറിയ അസ്ത്രങ്ങൾ പോലെ വാക്കുകൾ തൊടുത്തുവിടുന്ന ശിവയെ ഒരു പകപ്പോടെ നോക്കി നിന്നുപോയി മുത്തശ്ശി. അപ്പവും ആദ്യം പഠിക്കാൻ പോയി കഴിഞ്ഞ് ഞാനും ഉണ്ണിയേട്ടനും ഇവിടുന്ന് മാറും. അനിയേട്ടനെയും ചിത്തുവേട്ടനെയും തീരുമാനവും ഇവിടുന്ന് പോകാൻ തന്നെയാണെന്നാ കേട്ടത്. പരസ്പരം സ്നേഹമില്ലാതെ വീർപ്പുമുട്ടി ഇതിനുള്ളിൽ ജീവിക്കുന്നത് അതാ നല്ലത് മുത്തശ്ശി. ഒരു നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തിയിട്ട് ശിവ പോകാനായി തിരിഞ്ഞതും മുറിയുടെ വാതുക്കൽ നിൽക്കുന്ന ശേഖരവർമ്മയെയും കണ്ടു. താൻ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടെന്ന് അയാളുടെ ചുവന്ന കണ്ണുകളിൽ നിന്ന് ശിവയ്ക്ക് മനസ്സിലായി. ഒന്നും മിണ്ടാതെ ആ മുറിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ മുത്തശ്ശിയുടെ മനസ്സൊന്ന് ഉടഞ്ഞിട്ടുണ്ടെന്ന് ശിവയ്ക്ക് തോന്നി. താൻ അന്വേഷിക്കുന്ന കാര്യങ്ങൾ ഇനി മുത്തശ്ശിയിൽ നിന്ന് അറിഞ്ഞു തുടങ്ങണം എന്ന് അവളുടെ ഉള്ളുറപ്പിച്ചു. മംഗളത്ത് ഗോഡൌൺ കത്തിയമർന്ന രാത്രി സേതു അവിടെ നിന്നിറങ്ങുന്ന CCTV ദൃശ്യങ്ങൾ കാർത്തികിന്റെ ലാപ്ടോപ്പിൽ കണ്ട നരേന്ദ്രന്റെ കണ്ണൊന്ന് തള്ളി. അയാൾ എന്തിനാ ഇതൊക്കെ ചെയ്തേ? കണ്ടത് വിശ്വാസമാവാതെ നരേന്ദ്രൻ ചോദിച്ചു. ഒറ്റ ഉത്തരമേ ഉള്ളൂ, പക. തന്റെ പ്രണയത്തെ തകർത്തെറിഞ്ഞ മാണിക്യമംഗലത്തുകാരോടുള്ള പക. കാർത്തിക് പറഞ്ഞത് നരേന്ദ്രന് ഒന്നും മനസ്സിലായില്ല. അങ്കിൾ ഇങ്ങനെ നോക്കണ്ട, കാര്യം തികച്ചും സിമ്പിളാ. ഈ സേതുമാധവൻ ആരാണെന്ന് അറിയുവോ? ഇല്ല. വാമിക ചിറ്റയുടെ പഴയ കാമുകൻ. പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ മാണിക്യമംഗലത്ത് ആരും അറിയാതെ ചിറ്റ വിവാഹം ചെയ്ത ചിറ്റയുടെ ഭർത്താവാണ് ശിവയുടെ അച്ഛൻ സേതുമാധവൻ. അപ്പോ ശിവാമി? കാർത്തിക്കിന്റെ വാക്കുകൾ കേട്ടതിന്റെ ഞെട്ടലിൽ ചെറുവിരയിലൂടെ അയാളെ ചോദിച്ചതും മകൾ. മാണിക്യമംഗലത്തെ വാമിക വർമ്മയ്ക്ക് സേതുമാധവന് ജനിച്ച മകളാണ് ശിവാമി സേതുമാധവൻ. ഇല്ല. കാർത്തിയുടെ വാക്കുകളിൽ വാ തുറന്നു പോയ നരേന്ദ്രൻ അവിശ്വസനീയമായി വിളിച്ചു. ഇല്ല എന്നല്ല അങ്കിൾ, ഇതാണ് സത്യം. ചുമ്മാ ഇല്ലാക്കഥ പറഞ്ഞതല്ല ഞാൻ. എന്റെ അന്വേഷണത്തിൽ ഞാൻ കണ്ടെത്തിയ യാഥാർത്ഥ്യമാണിത്. കുറച്ചു ദിവസങ്ങളായി ഇതിന്റെ പിറകെ ഒരു ഓട്ടമായിരുന്നു. വൈഭവിനെ വീഴിക്കാൻ എന്തെല്ലാം വഴി തപ്പി നടന്നപ്പോഴാണ് അനിരുദ്ധേട്ടൻ മറന്നുവെച്ചു പോയ ലാപ്ടോപ്പിൽ നിന്ന് ഈ വിഷ്വൽസ് എനിക്ക് കിട്ടിയത്. അപ്പോഴേ സേതുമാധവനെ ബ്ലാക്ക് ലിസ്റ്റിലാക്കി. എനിക്കിതറിയാമെങ്കിൽ വൈഭവും ഇത് അറിഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ ഊഹിച്ചു. എന്നിട്ടും അത് ഇവർ മറച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ കാര്യമായി എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ശിവാമിയെയും സേതുമാധവനെയും പറ്റി കൂടുതൽ ഞാനൊന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് സേതുമാധവൻ പഠിച്ച കോളേജിനെ പറ്റി അറിഞ്ഞത്. ഒരു ഇൻസിഡൻസ് പോലെ അമ്മയുടെ വായിൽ നിന്നാണ് വാമിക ചിറ്റയുടെ പഴയ കോളേജിന്റെ പേരും അപ്പോൾ ഞാൻ കേൾക്കാനിടയായത്. എനിക്ക് എവിടെയൊക്കെയോ ഡൗട്ടുകൾ തെളിഞ്ഞു വന്നു. ഞാൻ അന്വേഷിച്ചതിൽ വെച്ച് കൊൽക്കട്ടയിൽ പഠിക്കാൻ പോയ സേതു തിരികെ വന്നത് ഒരു കൈക്കുഞ്ഞുമായാണ്. അപ്പോൾ ഞാൻ പണ്ട് കേട്ടു മറന്ന വാമിക അമ്മയുടെ കഥ എന്നിലേക്ക് ഓടിയെത്തി. നാട്യം പഠിക്കാൻ കൊൽക്കട്ടയിൽ പോയ വാമി ചിറ്റ കോളേജിൽ തന്റെ സീനിയർ പയ്യനുമായി ഇഷ്ടത്തിലായതും അവർ ഒന്നിച്ച് ജീവിച്ചു തുടങ്ങിയതും പിന്നെ അവരുടെ കഥകളെല്ലാം അറിഞ്ഞ ശേഖരവർമ്മയും ആൺമക്കളും രാത്രിക്ക് രാത്രി പോയി വാമികയെ തിരികെ കൊണ്ടുവന്ന കഥ. ശിവാമി ജനിച്ച വർഷവും വാമിക ചിറ്റിയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്ന വർഷവും ഒന്നാണെന്ന് കൂടി മനസ്സിലായതും ഞാനത് ഉറപ്പിച്ചു. മാണിക്യമംഗലത്തെ സന്തതി തന്നെയാണ് ശിവാമി എന്ന്. കാർത്തിക് പറഞ്ഞതെല്ലാം ഇമ ചിമ്മാതെ കേട്ടിരുന്നു പോയി നരേന്ദ്രൻ. അപ്പോ തൊട്ടാപ്പൊട്ടുന്ന ഒരു ബോംബാണ് ശിവാമി അല്ലേ? അതെ അങ്കിൾ. പക്ഷേ ആ ബോംബിന് ഇതുവരെ സ്വന്തം പവർ അറിയില്ല. സേതുമാധവന് ചെറിയൊരു ടെസ്റ്റ് ഡോസ് ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് കൊടുത്തിരുന്നു. പുള്ളി നടക്കാൻ പോയപ്പോൾ മാണിക്യമംഗലത്തെ കാർ കൊണ്ട് ചെറിയൊരു തട്ട്. അത് പുള്ളിയെ ഒന്നിളക്കാൻ ചെയ്തതാ. പുള്ളി അതിന് പുറകെ വരുമെന്ന് ഞാൻ ഓർത്തു. പക്ഷേ ഏറ്റില്ല. അതുകൊണ്ട് തന്നെ ഇനി കൊടുക്കുമ്പോൾ വലിയ പണി കൊടുക്കണം. അച്ഛനും മോൾക്കും തട്ടുന്ന പണി. ഇനി എന്തും ആലോചിച്ച് ചെയ്യണം. കയ്യിൽ കിട്ടിയിരിക്കുന്നത് തുറുപ്പ് ചീട്ട. അത് വെറുതെ കളയരുത്. നരേന്ദ്രൻ പറഞ്ഞു തീർന്നതും ചിരിയോടെ തലയാട്ടി കാർത്തിക് അവന്റെ കുശാഗ്ര ബുദ്ധിയിൽ ഇതിനോടകം വൈഭവിനും ശിവാമിക്കും നേരെ ഉപയോഗിക്കാൻ ഒരു മാർഗം തെളിഞ്ഞിരുന്നു. മുത്തശ്ശിക്ക് വിഷമമായിട്ടുണ്ടാവും ശിവ. അത് സാരമില്ല ചിത്തു. ഇങ്ങനെ എത്ര നാളെന്ന് വെച്ച് എല്ലാം ഉള്ളിൽ കൊണ്ട് നടന്ന് വിഷമിക്കുന്നേ? ഒരിക്കലെങ്കിലും അത് പുറത്തു വരണം. അതിന് ഇതേ വഴിയുള്ളൂ. ശിവ പറഞ്ഞതും അത് ശരിയാണെന്ന പോലെ ചിത്തു മൂളി. മുത്തശ്ശിയുമായി നടന്ന സംഭാഷണം ചിത്തുവിനോട് പറയുകയായിരുന്നു ശിവ. അല്ല, ഈ മരം കയറി പെണ്ണ് എന്തിയെ? കാണുന്നില്ലല്ലോ. വഴിയിലേക്ക് നോക്കിക്കൊണ്ട് ശിവ പറഞ്ഞു. ചിത്തുവും അവളും അമ്പലത്തിന് വെളിയിൽ കാത്തു നിൽക്കുവാണ് അപ്പു വരാൻ വേണ്ടി. പെട്ടെന്ന് ചിത്തുവിന്റെ ഫോൺ റിങ് ചെയ്തു. അതിലെ പേര് കണ്ടതും അറിയാതെ തന്നെ അവളുടെ ചുണ്ടുകൾ വിടർന്നു. അടുത്തു നിൽക്കുന്ന ശിവയെ ഒന്ന് നോക്കിയിട്ട് ചിത്തു കുറച്ചു മാറി നിന്നു. ഹലോ, അമ്പലത്തിൽ ചെന്നോ? ശിവ ഉണ്ടോ കൂടെ? അപ്പു വന്നോ? അതെ എന്ന അക്ഷരം മാത്രമല്ല മലയാളത്തിലുള്ളത്. അതിന് എന്നാ എന്റെ പെണ്ണ് പഠിക്കുന്നേ? കുറുമ്പോടെയുള്ള അനിയുടെ ചോദ്യം കേൾക്കെ ചിത്തുവിന്റെ വിടർന്ന കവിളുകൾ ചുവക്കാൻ തുടങ്ങി.
ഇപ്പോൾ ഇങ്ങനെയാണ് തമ്മിലുള്ള സംഭാഷണം. ഇരുവരും അധികം മിണ്ടില്ല. ഒരു മൂളലിലൂടെ തലയാട്ടലിലൂടെ സംസാരിക്കും. പുറത്ത് കാട്ടുന്നില്ലെങ്കിലും അതും ഒരുപാട് ആസ്വദിക്കുന്നുണ്ട് അനിയും ചിത്തുവും. ഞാൻ വെച്ചോട്ടെ? ആയിക്കോട്ടെ. വീട്ടിൽ ചെന്നാൽ എനിക്ക് മെസ്സേജ് അയക്കണം കേട്ടോ. അവൾ മൂളിയതും അനി ചിരിച്ചുപോയി. അവന്റെ ചിരി കാതിൽ കേട്ട് അവളുടെ മുഖവും പുഞ്ചിരി തൂകി. അനിയേട്ടാ, അനിയേട്ടനാ വിളിച്ചേ? അത് നിന്റെ മുഖത്തു നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ പെണ്ണെ. ഫോൺ കട്ട് ചെയ്ത് ചിത്തു വന്ന് പറഞ്ഞതും കുറുമ്പോടെ ചിത്തുവിന്റെ കവളിൽ പിച്ച് ശിവ പറഞ്ഞു. ദേ അപ്പു എത്തി കേട്ടോ. പെട്ടെന്ന് ദൂരേന്ന് വരുന്ന കാറ് കണ്ട് ചിത്തു പറഞ്ഞു. ശിവയും ചിത്തുവും നിൽക്കുന്നതിനരികെ കാർ കൊണ്ട് നിർത്തിയതും കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ചാടി ഇറങ്ങി അപ്പു. ഏട്ടത്തിയമ്മേ സക്സസ് എന്നും പറഞ്ഞ് ഓടിച്ചെന്ന് ശിവയെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു. ശിവയും ചിരിയായിരുന്നു. അപ്പോ പോയ കാര്യം ഏറ്റു അല്ലേ പെണ്ണെ? ഏറ്റെന്നോ? ഏക്കുക മാത്രമല്ല, കൊള്ളേണ്ടടുത്ത് തന്നെ അന്തസ്സായിട്ട് കൊണ്ടു. എന്റെ കണ്ണീരും ഏട്ടത്തിയമ്മ എഴുതി തന്ന വാക്കുകളും ഒക്കെ മിക്സ് ആയപ്പോ പൊട്ടി. സിദ്ധുവേട്ടന്റെ ഉള്ളു പൊട്ടി. കണ്ണ് നിറഞ്ഞൊഴുകി. എല്ലാം ഞാൻ മറന്നു ഇനി പോകുവാന്ന് കൂടി പറഞ്ഞപ്പോൾ സിദ്ധുവേട്ടന്റെ തൊണ്ടക്കുഴി ഇടറിയത് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഇച്ചിരി വിഷമം തോന്നി എനിക്ക്. പക്ഷേ പിടിച്ചു നിന്നു ഞാൻ. അങ്ങനെ തന്നെ സ്ട്രോങ് ആയി മുന്നോട്ട് പോകണം. കൈകാലത്തിൽ നിന്നും അകന്നു പോകുന്നു എന്ന് മനസ്സിലാവുമ്പോഴേ ഉള്ളിലെ യഥാർത്ഥ സ്നേഹം പുറത്തു വരും. നിന്നെ ഇഷ്ടമല്ല, നീ എനിക്കൊരു ശല്യമാണെന്ന് പറഞ്ഞ ആള് തന്നെ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ലെന്ന് പറയണം. ആ നിമിഷം എന്റെ കുട്ടിക്ക് ഈ ഏട്ടത്തിയമ്മ ഉണ്ടാക്കി തരും കേട്ടോ. അപ്പുവിനെ പുൽകി അവളുടെ കവളിൽ ചുംബിച്ചു ശിവ. നല്ല ഏട്ടത്തി നാത്തൂൻ, ചക്കിയും ചങ്കരനും കൊള്ളാം. രണ്ടുപേരെയും നോക്കി ചിത്തു പറഞ്ഞതും ചിരിയോടെ മൂവരും അമ്പലത്തിലേക്ക് കയറി. സിദ്ധുവിനെ ഉടനെ തന്നെ സ്വന്തമായി കിട്ടണമെന്നും കാര്യമായി ഭഗവാനോട് പ്രാർത്ഥിച്ചു വന്ന അപ്പു ഏട്ടന്മാർ രണ്ടുപേർക്കും വേണ്ടി ഒന്ന് കണ്ണുകൾ കൊണ്ട് പരതി. ഇതെവിടെ പോയി? ചുറ്റും നോക്കിയപ്പോഴാണ് ചുറ്റമ്പലത്തിന്റെ അടുത്ത് ഏതോ സ്ത്രീയുമായി സംസാരിക്കുന്ന ശിവയെയും ചിത്തുവിനെയും അവൾ കണ്ടത്. അപ്പു വേഗം അങ്ങോട്ടേക്ക് വെച്ചു പിടിച്ചു. അവർ അടുത്തു ചെന്നപ്പോഴാണ് ഏത്തിമാർ രണ്ടും സംസാരിക്കുന്ന സ്ത്രീയെ അവൾക്ക് മനസ്സിലായത്. അവരെ കണ്ടതും അപ്പുവിന്റെ മുഖം ചുവന്നു കയറി. ദേഷ്യം കൊണ്ട് നിറഞ്ഞവൾ ശിവേടത്തി എന്ന് ഉച്ചത്തിൽ വിളിച്ചവൾ. ശിവയും ചിത്തുവും കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയും ഞെട്ടലോടെ നോക്കി. അപ്പുവിനെ കണ്ടതും ആ സ്ത്രീയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ ഇവരോട് വർത്തമാനം പറയുന്നേ? ഇങ്ങനെയുള്ള സ്ത്രീകളോട് മിണ്ടാൻ പോയാൽ തന്നെ നമ്മൾ ചീത്തയാവും. അപ്പു അവനെ നോക്കി കൈ ചൂണ്ടി വെറുപ്പോടെ ആക്രോശിച്ചു. അപ്പു, മുതിർന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നേ? പെട്ടെന്നുള്ള അപ്പുവിന്റെ പെരുമാറ്റം കണ്ട് ശിവ ദേഷ്യത്തോടെ ചോദിച്ചു. മുതിർന്നവരോട് എങ്ങനെ സംസാരിക്കാം, എങ്ങനെ ബഹുമാനിക്കാം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഏട്ടത്തി. പക്ഷേ ഈ നിൽക്കുന്ന സ്ത്രീ ഈ പറയുന്ന ബഹുമാനമൊന്നും അർഹിക്കുന്നില്ല. നിങ്ങൾക്കറിയോ ഇതാരാണെന്ന്? മാണിക്യമംഗലത്തെ മാധവ മാഷിന്റെ ഭാര്യയായവര്, എനിക്ക് ജന്മം തന്ന സ്ത്രീ. തികഞ്ഞ രോഷത്തോടെ അപ്പു പറഞ്ഞതും ശിവയും ചിത്തുവും ഞെട്ടലോടെ അവരെ നോക്കി. ലതിക, ശിവയുടെ ചുണ്ടുകൾ അറിയാതെ തന്നെ മന്ത്രിച്ചു പോയി. ചിത്തു എപ്പോഴും പറയും അവൾ അമ്പലത്തിൽ വെച്ച് കണ്ട് പരിചയമായ ഒരമ്മയെപ്പറ്റി. പാവമാണ്, ഭയങ്കര കെയറിങ് ആണ് ഒക്കെ. ഇന്ന് ഇവിടെ വെച്ച് അവരെ കണ്ടപ്പോൾ അവൾ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ശിവയ്ക്കും തോന്നി. ഒരു 50 വയസ്സോളം പ്രായം തോന്നിക്കുന്ന സ്ത്രീ. ക്ഷീണം നിറഞ്ഞ കണ്ണുകളാണെങ്കിലും ഭംഗിയുള്ള ശാലീനമായ മുഖമാണ് അവരുടേത്. പഴയതെന്ന് തോന്നിക്കുന്ന ഒരു കോട്ടൺ സാരിയാണ് വേഷം. അധികം സംസാരമില്ല. ചിത്തിനോട് തന്നെ പോലെ എന്നോടും സ്നേഹത്തിലും വാത്സല്യത്തോടും തന്നെ വിശേഷങ്ങൾ തിരക്കി. ആ അമ്മയുടെ പേരെന്താണെന്ന് തിരക്കാൻ തുടങ്ങിയപ്പോഴാണ് അപ്പു ഉച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ട് കയറി വന്നത്. മോളെ, വേണ്ട, വിളിക്കണ്ട എന്നെ നിങ്ങൾ. നിങ്ങൾ എന്റെ അമ്മയല്ല. അമ്മ പോയിട്ട് ഒരു പരിചിതയായി പോലും നിങ്ങളെ ഞാൻ കാണില്ല. പിന്നെ എന്തിനാ എന്നെ മോളെന്ന് വിളിക്കുന്നത്? ചിലമ്പിച്ച ശബ്ദത്തിൽ ലതിക അപ്പുവിനെ വിളിച്ചതും കൈ പൊക്കി അവരെ തടഞ്ഞു. ഉച്ചത്തിൽ ആക്രോശിച്ചു അപ്പു. ശിവയ്ക്കും ചിത്തുവിനും ഒരു നിമിഷം തങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന അപ്പുവിനെ വിശ്വസിക്കാനായില്ല. മാണിക്യമംഗലത്തെ കുറുമ്പി വായാടിപ്പെണ്ണ് ഇത്രയും ദേഷ്യത്തിൽ ഒരാളെ നോക്കുന്നതും അവരോടിത് കരുണയില്ലാതെ അമർഷത്തോടെ സംസാരിക്കുന്നതുമൊക്കെ അവർ അമ്പരപ്പ് നിറഞ്ഞ കണ്ണുകളോടെ നോക്കി. അപ്പോഴേക്കും അപ്പു പറഞ്ഞത് കേട്ട് സഹിക്കാൻ വയ്യാതെ സാരി തുമ്പുകൊണ്ട് വാ പൊത്തി കരഞ്ഞു തുടങ്ങിയിരുന്നു ലതിക. കൊള്ളാം, കണ്ണീർ അഭിനയം നന്നായിട്ടുണ്ട്. ഇത് വെച്ച് നിങ്ങൾ ആരെയാ പറ്റിക്കാൻ നോക്കുന്നത്? എന്നെയോ അതോ എന്റെ ഏട്ടത്തിമാരെയോ? എങ്കിൽ ആ പൂതി മനസ്സിൽ വെച്ചോ. ഇതല്ല, ഇതിൽ കൂടുതൽ നിങ്ങൾ കരയും. എന്റെ അച്ഛ ഇപ്പോഴും അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. അതിന്റെ 4 അംശം പോലും നിങ്ങളുടെ ഈ കണ്ണീർ കൊണ്ടും ആയില്ല. അതുകൊണ്ട് താലി കെട്ടിയ ഭർത്താവിനെയും 3 മക്കളെയും ഉപേക്ഷിച്ച് കാമുകനൊപ്പം പോയ നിങ്ങൾ ഇനിയും ചങ്കു പൊട്ടി കരയും. നോക്കിക്കോ. അപ്പു മതി, നീ ഇങ്ങ് വാ. അപ്പുവിന്റെ വാക്കുകൾ അതിര് കടക്കുന്നതായി തോന്നിയതും ശിവ അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി. ചിത്തുവും അവർക്കൊപ്പം നടന്നു. ഇവിടെ ഏട്ടത്തിയമ്മേ, എനിക്ക് അവരോട് 2 എണ്ണം കൂടി പറയണം. പുറത്തേക്ക് ഇറങ്ങി അപ്പു ശിവയുടെ കയ്യിൽ കിടന്ന് കുതറി. പറയാനുള്ളതൊക്കെയായി, ഇനി മതി പെണ്ണെ. വന്ന് വണ്ടി കയറ് നീ. ചിത്തു, നീയും വന്ന് അപ്പുവിനൊപ്പം കയറ്. ഞാൻ പോയി പ്രസാദത്തട്ട് എടുത്തിട്ട് വരാം. അപ്പുവിനെ പിടിച്ച് കാറിൽ കയറ്റിയിട്ട് ചിത്തുവിനെ കൂടി നോക്കി പറഞ്ഞിട്ട് ശിവ വീണ്ടും അമ്പലത്തിനുള്ളിലേക്ക് കയറിപ്പോയി. പ്രസാദത്തട്ട് എടുക്കുന്നത് മാത്രമല്ല, ലതികയെ കാണണം, അതായിരുന്നു ശിവയുടെ ഉള്ളിൽ. അമ്പലത്തിൽ ചെന്നത് ശിവ ചുറ്റും നോക്കി. എന്നാൽ ലതികയെ അവിടെയെങ്ങും അവൾ കണ്ടില്ല. അവിടെ നിന്ന് 1-2 പേരോട് അവരുടെ രൂപം വെച്ച് അന്വേഷിച്ചപ്പോൾ അമ്പലത്തിന് പുറകിലത്തെ വഴിയിൽ കൂടി പോകുന്നത് കണ്ടു എന്നവർ പറഞ്ഞു. എന്നാലും അവർ എന്തിനാ
ഞങ്ങളോട് അടുത്ത് പെരുമാറിയത് അപ്പു പറഞ്ഞ കഥയിലെ ലതികയാണെങ്കിൽ കേട്ടറിഞ്ഞ അവരുടെ സ്വഭാവം വെച്ച് അവരിങ്ങനെയല്ല പെരുമാറുന്നത്. എന്തായാലും അവരെ ഒന്ന് കണ്ടുപിടിക്കണം. ശിവയുടെ ഉള്ള് പൂർണ്ണമായി ആലോചിച്ചു.